ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജലാളച്ചന്മാരെ, സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട വിചാരിച്ച മറ്റ് വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ശംശാന, മറ്റ് സഹോദരി സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെയാണ് നാം ഇന്ന് ഈ ദേവാലയത്തിൽ ഒന്നിക്കുന്നത്. അത്യപൂർവമായ ചരിത്രവും ആത്മീയതയുമുള്ള ഒരു ദേശമാണ് നമ്മളുടെ ഈ ഇടവക ഉൾക്കൊള്ളുന്ന പ്രാദേശിക സഭ ഇളന്തോട്ടം എന്ന് നമുക്കറിയാം. നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ബൃഹത്തായ ദേവാലയവും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. ഈ ഇടവകയിൽ നിന്ന് നമ്മളുടെ ഇടവക മധ്യസ്ഥനായ അന്തോനീസ് ബാബായുടെ ചരിത്രവും ആത്മീയതയുമൊക്കെ കേട്ട് വളർന്ന ഒരു കുഞ്ഞാണ് കുന്നുംപുറത്ത് ജോണ്. അന്തോനീസ് ബാബായുടെ പേരിൽ, അതും വളരെ പുരാതനമായ ഒരു വിശുദ്ധന്, മരുഭൂമി പിതാക്കന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിട്ട് എണ്ണപ്പെടുന്ന വ്യക്തി, ആശ്രമവാസി, ദേറാക്കാരൻ, ഇങ്ങനെയുള്ള ഒരു ആളിൻ്റെ പ്രാർത്ഥനകളാണ് നമ്മളെ ഈ ഇടവകയിൽ എന്നും അപേക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഇടവക ആൻ്റണി തൊണ്ടനാട് അച്ഛൻ പിന്നീട് മാർ അന്തോനീസ് അബ്ദീശോ എന്ന പേരിൽ മെത്രാൻ സ്ഥാനം സ്വീകരിക്കുകയും ഇവിടെ വന്ന് നമ്മളുടെ മുമ്പുണ്ടായിരുന്ന പള്ളിയും പള്ളിമുറിയുമെല്ലാം ഭദ്രാസന ദേവാലയമായിട്ടും മെത്രാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വസതിയുമായിട്ടുമെല്ലാം ഉപയോഗിച്ച സ്ഥലമാണ്. അങ്ങനെ വളരെ സമ്പന്നമായ ഇരട്ട പൈതൃകത്തിൽ സംയോജിപ്പിക്കപ്പെട്ട ഒരു പ്രാദേശിക സഭയ്ക്ക് അതിപുരാതനമായ മരുഭൂമി ദേറാവാസികളോടും പിന്നീട് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ വന്ന അല്പം ഡോക്ട്രൈനിലായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സഭയ്ക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു പിന്നീട് അന്തോനീസ് അബ്ദീശോ എന്ന പേരിൽ വന്നയാളും. ഇവിടം അത്തരം ആത്മീയതയുടെ ഒരു ഈറ്റില്ലമാണ്. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ വർത്തമാനങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോതെഗ്മാത്ത പാത്രും, പിതാക്കന്മാരുടെ മൊഴികൾ. അതിൽ ആദ്യകാല മരുഭൂമി പിതാവായ അന്തോനീസ് ബാബായെക്കുറിച്ചുള്ള വളരെയേറെ ചിന്തകൾ ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ദൈവവിചാരവും ലോകം വിട്ട് ലോകത്തിന് മരിച്ചവനായിട്ട് എന്നാൽ ലോകത്തിൽ ജീവിച്ചയാളാണ്. ഇന്നലെ നമ്മുടെ രൂപതയിലും നമ്മളൊരു പുത്തൻ ദയറ സ്ഥാപിച്ചു. സഭയുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് ദേറാകൾ. പുരാതന സഭയുടെ, പ്രത്യേകിച്ച് പുരാതന സുറിയാനി സഭകളുടെ ഏറ്റവും വലിയ സമ്പന്നമായ ആത്മീയതയും പരിശുദ്ധ കുർബാന അർപ്പണവും എല്ലാം നടക്കുന്നത് ദേറാകളിലായിരുന്നു. നമ്മളതിൻ്റെ ഒരു പുനഃക്രമീകരണമാണ് ഇന്നലെ ചെയ്തത്. അടപ്പശ്ശേരിലച്ചന് ഇവിടെ നിങ്ങളുടെയും വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സെബസ്ത്യാനോസ് ദ സ്ലീവ, വിശുദ്ധ സ്ലീവായുടെ
സെബാസ്റ്റ്യൻ എന്ന പുത്തൻ പേര് സ്വീകരിച്ച് ആശ്രമവാസിയായിട്ട് മാറുകയാണ്. നമ്മുടെ പള്ളിക്കുദാശയുടെ അവസാനത്തെ ആഴ്ചയിലാണ്. ദൈവാരാധനക്രമം തീരുന്നത് ഈ ആഴ്ചയിലാണ്, ഒരു വർഷത്തേത്. അടുത്ത ഞായറാഴ്ച മംഗളവാർത്തയിൽ നമ്മൾ പുത്തൻ ആരാധന വത്സരം ആരംഭിക്കുകയാണ്. സഭയുടെ മഹത്വീകരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഇടവകയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കർത്താവിൻ്റെ അൾത്താരയിലെ ശുശ്രൂഷകനായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതും ഭാഗ്യം തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ അതും ഈ ഇടവകയുടെ ചരിത്രം പോലെ അത്യപൂർവമായ ഒരു ഇവൻ്റാണ്. ഈശോ ജെറൂസലത്ത് അവരുടെ വരവേൽപ്പ് എല്ലാം കണ്ട് മനസ്സിലാക്കി ബേഥനിയായിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് വിശന്നു. മനുഷ്യപ്രകൃതിയുടെ ഒരു ഭാഗം അവിടെ സുവിശേഷകൻ ഊന്നിപ്പറയുകയാണ്. വലിയൊരു സർപ്രൈസിങ് ഇവൻ്റാണത്. ഈശോയ്ക്ക് വിശന്നു. അപൂർവമായിട്ട് സുവിശേഷകന്മാരും അത്തരം ആശയങ്ങളും ഇത്തരം സംഭവങ്ങളും രേഖപ്പെടുത്താറുള്ളൂ. അതും വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം. അൺസീസണൽ ഫ്രൂട്ട്സ്. ഈശോയ്ക്കെല്ലാം അറിയാമായിരുന്നല്ലോ. ഇസ്രായേലിൽ പലസ്തീനായിൽ താമസിക്കുന്ന ഏതു കുഞ്ഞിനും അറിയാം അത്തിമരത്തിൽ എപ്പോഴാണ് കൈകൾ ഉള്ളത് എന്ന്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് പേര കായ്ക്കുന്നതെന്നും ചാമ്പ കായ്ക്കുന്നതും ഒക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം അത്തിമരത്തിൽ കായ്കൾ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന്. അങ്ങനെ വളരെ സർപ്രൈസിങ് ആയിട്ടും അതുപോലെ തന്നെ അൺസീസണൽ, ഒരു സീസൺ അല്ലാത്ത സമയത്ത് അത്തിമരത്തിൻ്റെ പക്കൽ വന്ന് ഫലങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയും ഫലങ്ങൾ കാണാത്തതുകൊണ്ട്, മൂലഭാഷയിൽ പറഞ്ഞാൽ ഇടിവെട്ടിക്കളഞ്ഞു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിനെ കരിച്ചു കളഞ്ഞു. ഇനി ആരും നിന്നിൽ നിന്ന് ഫലങ്ങൾ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇടിവെറ്റേറ്റ് കരിഞ്ഞുപോയ അത്തിമരം. ഈശോയുടെ വാക്കുകളുടെ ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. അത് നമുക്ക് പ്രതീകാത്മകമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. സീസൺ അല്ലാത്ത, ഔട്ട് ഓഫ് സീസൺ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കർത്താവ് എന്തുകൊണ്ട് ഫലം അന്വേഷിച്ചു? ഫലം ഇല്ലാതെ നിൽക്കുന്ന ആ വൃക്ഷത്തെ കരിച്ചു കളഞ്ഞു. നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളെപ്പോഴും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ വാക്കുകളുടെ ശക്തിയേറ്റ് കരിഞ്ഞുപോയ ആ അത്തി വൃക്ഷം പണ്ഡിതന്മാർ, പിതാക്കന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഫലം പുറപ്പെടുവിക്കാതെ നിന്ന സിനഗോഗുകളാണ്, യഹൂദന്മാരാണ്. ഈശോ ദൈവരാജ്യം പ്രസംഗിച്ച് നടക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ നിയമത്തിൻ്റെ മുനകൾ അന്വേഷിച്ച് ജീവിക്കുന്ന, ഫലം നൽകാത്ത, ഈശോയാകുന്ന ആ ഫലം നൽകാത്ത, കേവലം ബാഹ്യമാത്രം പ്രാധാന്യം നൽകുന്ന സിനഗോഗുകളും അവരുടെ ആചാരങ്ങളും യഹൂദരും യഹൂദ മതത്തിൻ്റെ പോരായ്മകളും എല്ലാമാണ് എടുത്തു കാണിക്കുന്നത്. ഇലക്റ്റഡായിട്ടുള്ള സമൂഹമായിരുന്നു ഇസ്രായേൽ. ഓരോ വൈദികനും സിലക്റ്റഡും ഇലക്റ്റഡുമാണ്. പ്രത്യേകമായ വിധത്തിൽ ഇടവകയിൽ നിന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ്. അവസാനം ഇടവകക്കാരോടൊരു ചോദ്യം: ഈ കുഞ്ഞിന് ഈശോയുടെ പട്ടം കൊടുക്കാൻ പറ്റുമോ? നിങ്ങളതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തന്നതുകൊണ്ടാണ് ഇപ്പം പട്ടം കൊടുക്കുന്നത്. അതാണ് ഒരു സമൂഹത്തിൻ്റെ പ്രാധാന്യം. ഈ കുഞ്ഞ് ഇവിടെ വളർന്ന്
10-13 വർഷങ്ങൾ പഠിച്ച് വീണ്ടും ഇടവകക്കാരോടൊരു ചോദ്യം വിചാരിച്ചൻ വഴിയുണ്ട്. ഇങ്ങനെ പട്ടം കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും എതിർപ്പുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് തന്നെയാണ്. ഫലം പുറപ്പെടുവിക്കുവാൻ ആത്മീയതയുള്ള പ്രാപ്തിയുള്ള കുഞ്ഞാണോ ഇത് എന്ന ഒരു ചോദ്യമാണിത്. കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ മഹാനായ ഗ്രിഗറി പറഞ്ഞിട്ടുണ്ട്, വചനപ്രഘോഷകൻ എഴുതുന്നതിന് മുമ്പ് തൻ്റെ തൂലിക ഹൃദയ രക്തത്തിൽ മുക്കണം, എങ്കിലേ ഫലമുണ്ടാവുകയുള്ളൂ. ഹൃദയ രക്തത്തിൽ മുക്കിയിട്ട് വേണം തിരുവചന വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ. അതുപോലെ സുവിശേഷം വായിക്കാൻ സാധിക്കാത്തവർക്ക് നിന്റെ ജീവിതം തന്നെ ഒരു സുവിശേഷമായിട്ട് മാറണം. വായിക്കാനറിയാൻ മേലാത്ത ധാരാളം ആളുകൾ ഈ അടുത്ത നാൾ വരെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അവർക്ക് നമ്മളുടെ ജീവിതമാണ് സുവിശേഷം. മിശിഹായുടെ പ്രഘോഷകൻ ഒരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഈശോയെയാണ് കാണേണ്ടത്, സുവിശേഷത്തെയാണ് കാണേണ്ടത്. ഫലം പുറപ്പെടുവിക്കാതെ ഈശോയ്ക്ക് വലിയ പ്രയാസം തോന്നിയത് ധാരാളം ഇലകൾ, ലീവ്സ് അതിലുണ്ട്. ദൂരെ നിന്ന് കർത്താവ് അത് കണ്ടു. വളരെയധികം ശിഖരങ്ങളും ശാഖകളും ഇലകളുമുള്ള തളിർത്ത് നിൽക്കുന്ന നല്ല ആരോഗ്യമുള്ളൊരു വൃക്ഷം. അങ്ങനെ ബാഹ്യമാത്ര പ്രാധാന്യമായ ചടങ്ങുകൾ, പ്രസ്ഥാനങ്ങൾ ഈശോ കരിച്ചു കളയും, ശപിച്ചു കളയും, ഇടിവെട്ടിക്കളയും. എപ്പോഴും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. ഒരു വൈദികൻ നിരന്തരമായിട്ട് സുവിശേഷം വ്യാഖ്യാനിക്കുന്നവനും സുവിശേഷം ജീവിക്കുന്നവനുമായിരിക്കണം. എനിക്ക് ഈ സമയത്ത് ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല, എനിക്ക് ഇന്ന സമയത്ത് സംസാരിപ്പിക്കാൻ പോകാൻ പറ്റില്ല, നാളെ എനിക്ക് കിടന്നുറങ്ങണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ശപിക്കപ്പെട്ട അത്തിവൃക്ഷം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. സുവിശേഷകൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാർ അത് കേട്ടു. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. വൈദികർ വഴി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാർ അത് കേട്ടു, ജനങ്ങൾ അത് കേൾക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പ്രയാസങ്ങളുണ്ടാകുന്നുണ്ട്. നമ്മുടെ വാക്കുകളും നമ്മളുടെ അവൈലബിലിറ്റിയുടെ കുറവും എല്ലാം വഴി മുറിവേൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് കർത്താവ് ഔട്ട് ഓഫ് സീസണിലാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ എല്ലാ സീസൺസിലും ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്. ഫലം നൽകാത്ത ഒരു പുരോഹിത ശുശ്രൂഷയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. ഈശോയുടെ ആ വാക്കുകൾ നമുക്ക് നിത്യമായ പഠനത്തിന് ഉപകാരപ്പെടുന്നതാണ്. മിശിഹായെ തള്ളിക്കളഞ്ഞ ഇസ്രായേലിനെ ദൈവരാജ്യം ജീവിക്കുന്നതിൻ്റെയും അവരുടെ ദേവാലയം നശിപ്പിക്കുന്നതിൻ്റെയും കാരണമാകുന്നു. ഈ അത്തിവൃക്ഷം ശപിച്ചു കഴിഞ്ഞ ഉടനെ കർത്താവ് ദേവാലയത്തിൽ കയറി ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. ദേവാലയത്തിൽ ദൈവചിന്ത കുറയുന്നു, റിലീജിയോസിറ്റി കുറയുന്നു, മാർക്കറ്റിംഗ് കൂടുന്നു, എല്ലാവരും പണം കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ചാട്ടവാറ് കൊണ്ട് അടിച്ചത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ചാട്ടവാറിലെ നൂലുകൾ 10 കൽപ്പനകളാണ്, മോശ കൊടുത്ത കൽപ്പനകളാണ്. ആ അടി ഇന്നാണ് കർത്താവ് നൽകുന്നതെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എത്ര അടി കിട്ടും എന്ന് വിചാരിച്ചാൽ മാത്രം മതി. എത്ര പ്രമാണങ്ങൾ നമ്മൾ ലംഘിച്ചിട്ടുണ്ട്, എത്ര തവണ ദൈവത്തെ നിഷേധിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്ര തവണ നമ്മൾ കാരണം ദേവാലയം അശുദ്ധമായിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ശപിക്കപ്പെട്ട ഉണങ്ങിപ്പോയ അത്തിമരവും ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ദേവാലയവും ഓരോ പുരോഹിതൻ്റെയും ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഇടം പിടിക്കേണ്ട കാര്യമാണ്.
വെറുതെ ഇലകളുമായിട്ട് നിൽക്കുന്ന ആ മരം കേവലം നിയമങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഇസ്രായേലാണ്. ആ നിയമത്തിൻ്റെ പിന്നിലെ ഫലം എന്താണെന്ന്, അത് ഈശോയാണെന്ന്, ദൈവരാജ്യമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. നമ്മുടെ നിലപാടുകളും നമ്മുടെ നിർദ്ദേശങ്ങളുമെല്ലാം നമ്മുടെ വിശ്വാസികൾക്ക് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുകൂടെ പരിണമിക്കണം. അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഈശോയുടെ ദിവ്യരാജ്യത്തിന് ചെവി കൊടുക്കാത്ത ഇസ്രായേലാണ് പഴങ്ങളില്ലാത്ത അതിവൃക്ഷം. ദൈവരാജ്യത്തിന്, ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ നമ്മളും ജീവിക്കുമ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് പെരുമാറുന്നത് പോലെ തോന്നാം. പക്ഷേ ആക്ച്വലായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. വളരെ ആക്റ്റീവാകാൻ നമുക്ക് പറ്റും. ആക്റ്റീവ് പ്രസൻസ് അത് വത്തിക്കാൻ സുനകദോസ് തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആക്ച്വൽ പ്രസൻസ് ഉണ്ടോ, ഫലമുളവാക്കുന്നുണ്ടോ, ഫലം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് നിരന്തരമായിട്ട് നമ്മൾ ചിന്തിക്കണം, നീങ്ങണം. അപ്പോഴാണ് സഭ മഹത്വീകരിക്കപ്പെടുന്നത്. ഈ പള്ളി ഉദാശ കാലത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ചിന്തയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നതും. താപസ ശ്രേഷ്ഠനായ മരുഭൂമിയിലെ പിതാവായ അന്തോനീസ് ബാബായ്ക്ക് തിരുവചനങ്ങൾ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം കല്ലറകൾക്കുള്ളിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടവനാണ്. ആദ്യകാല മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ കല്ലറയ്ക്കുള്ളിൽ 20-30 വർഷങ്ങൾ താമസിച്ചവരാണ്. കല്ലറയ്ക്ക് മുകളിൽ ഒരു ദ്വാരമുണ്ടാക്കി വല്ലപ്പോഴും ഒരു ഗ്ലാസ് വെള്ളവും ഒരു കഷ്ണം അപ്പവും ആരെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കും. തൂണിൻ്റെ മുകളിൽ താമസിച്ചവരാണ്. അങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായിട്ട് മാറിയത്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എത്രയോ അവസരങ്ങളിൽ നമ്മൾ സീസണൽ ടൈം ആയിട്ട് പോലും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ, അതിന് മനസ്സില്ലാതെ നമ്മൾ പോയിട്ടുണ്ട് എന്ന് പരിശോധിക്കാനും പഠിക്കാനുമുള്ളൊരു അവസരം കൂടിയാണ്. കുന്നമ്പുറത്ത് ശമാശനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നല്ല സമർത്ഥനായ ഒരു കുട്ടിയാണ്. മാതാപിതാക്കൾ ജോസേട്ടനും ജോളി ചേച്ചിയും വല്യമ്മച്ചിയും ഉണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. വല്യമ്മയ്ക്ക് കുഞ്ഞുമോൻ്റെ തിരുപ്പട്ട സ്വീകരണം കാണാനായിട്ട് സാധിക്കുന്നത്. സ്വന്തക്കാരായ വൈദികർ ഉണ്ട്. ആർച്ചഡീക്കനിൽ ഒരാൾ സ്വന്തക്കാരനാണ്. അതുപോലെ രണ്ടാനത്തച്ഛന്മാർ. അങ്ങനെ വൈദികരോടും സമർപ്പിതരോടും വളരെയേറെ ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് കുന്നമ്പുറത്ത് കുടുംബം. ശമാശന് നമ്മുടെ മൈനർ സെമിനാരിയിൽ പഠിച്ച് കുന്നോത്ത് സെമിനാരിയിൽ ഫിലോസഫി പഠിച്ചു. അതിനിടയിൽ കോളേജ് വിദ്യാഭ്യാസം നടത്തി. ഇക്കണോമിക്സിൽ BA ഡിഗ്രി സമ്പാദിച്ചു. പിന്നീട് അദ്ദേഹം 1 വർഷക്കാലം പോർട്ടുഗലിൽ ലിസ്ബണിൽ അവിടുത്തെ സെമിനാരിയിൽ പോർച്ചുഗീസ് പഠിക്കുകയും ദിവ്യശാസ്ത്ര പഠനത്തിൻ്റെ ആരംഭങ്ങൾ നടത്തുകയും ചെയ്തു. അവിടെ നമ്മുടെ അച്ഛന്മാരുണ്ട്. അവിടുത്തെ മോൺസിഞ്ഞോർ ടിറ്റോ നമ്മുടെ അച്ഛന്മാരോട് വലിയ താല്പര്യമുള്ള ആളാണ്. ആ 1 വർഷക്കാലം മോൺസിഞ്ഞോർ ടിറ്റോയും നമ്മുടെ രൂപതയിലെ അച്ഛന്മാർ ശേഷപതിയായിട്ട് പോള് കൊല്ലിത്താനത്തെ മലയിലെ അച്ഛനുമൊക്കെ ഈ ശമാശനെ വളരെയേറെ സഹായിച്ചു ആ ഭാഷ പഠിക്കാനായിട്ട്. പിന്നീട് അദ്ദേഹത്തെ റോമിലുള്ള പ്രസിദ്ധമായ മരിയ മാത്ര എക്ലീസിയെ എന്ന കോളേജിൽ താമസിച്ച് അത്തേനയോ റെജീന അപ്പസ്തോലോരും എന്ന യൂണിവേഴ്സിറ്റിയിൽ വൈദിക പഠനത്തിനാവശ്യമായ ദൈവശാസ്ത്രം പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ആ പഠനങ്ങളെല്ലാം അദ്ദേഹം നല്ലപോലെ നിർവഹിച്ചു. ഇറ്റാലിയൻ ഭാഷയും പഠിച്ചു, പോർച്ചുഗീസ് ഭാഷയും പഠിച്ചു. തിരിച്ച്
ഇവിടെ വന്ന് എരുവിത്ര പള്ളിയിലും ഒക്കെ അല്പം ഡിക്കൻ മിനിസ്ട്രി നടത്തുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രൂപതാ കേന്ദ്രത്തിൽ വന്ന് താമസിക്കുകയും എന്നോട് ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ ആരായുകയും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇപ്പോഴായിരിക്കുന്നത്. സാധാരണഗതിയിൽ അതും ഈ ഔട്ട് ഓഫ് സീസണിൽ കണ്ട ഒരു കാര്യം പോലെ നമുക്ക് തോന്നും. ഒരു കൊച്ചു കുഞ്ഞ് പോർട്ടുഗലിൽ പോയി, റോമിൽ പോയി, അതിലെല്ലാം പഠിക്കാൻ അവസരം കിട്ടുക, അതെല്ലാം പൂർത്തിയാക്കി സന്തോഷത്തോടുകൂടി ഇവിടെ തിരിച്ചെത്തുക എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ്. നല്ല സന്തുഷ്ടചിത്തനായ ഒരു കുട്ടിയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൊച്ചാണ്. അത് നമുക്കും വലിയ സന്തോഷമാണ്. മാതാപിതാക്കൾ, മറ്റ് സഹോദരങ്ങൾ അവരെല്ലാം ഇവിടെയുണ്ട്, വല്യമ്മച്ചിയുണ്ട്, മറ്റ് സ്വന്തക്കാർ, അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് നമ്മൾ ഈശോയുടെ തിരുപ്പട്ടം ശമാശന് ജോണിന് നൽകുന്നത്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ആ പ്രാർത്ഥനയ്ക്കുള്ളിലായിരിക്കണം. നമ്മുടെ സഭയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളാണ് തിരുപ്പട്ട ശുശ്രൂഷ ക്രമത്തിലെ പ്രാർത്ഥനകൾ. നിങ്ങളതിനോട് ചേർന്ന് ആ പ്രാർത്ഥനകൾ ഉള്ളിൽ എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹിതയായ വികാരിച്ചനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ വളരെ കരുതൽ ഈ ഇടവകയിലും ശേഷവിധിയായിട്ട് ഈ കുടുംബത്തോടും ഈ ശമാശനോടുമെല്ലാം കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ തിരുപ്പട്ട ദിവസത്തെക്കുറിച്ചും അതിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചുമെല്ലാം അച്ഛന് സംസാരിച്ചിരുന്നു. അച്ഛൻ നിങ്ങൾക്കറിയാവുന്ന പോലെ PhD ഉള്ള ആളാണ്, കോളേജ് പ്രിൻസിപ്പലായിരുന്നു, അധ്യാപകനായിരുന്നു. അതെല്ലാം ഉള്ളപ്പോഴും വളരെ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം പ്രാപ്തിയുള്ള ആളാണ് അച്ഛന്. അച്ഛൻ്റെ നല്ല കരുതൽ ഈ ആഘോഷങ്ങളുടെ ഈ ആചരണത്തിൻ്റെ എല്ലാം പിന്നിലുണ്ട്. എല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ ഓർക്കുന്നു. അന്തോനീസ് ബാബായ്ക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയോട് പ്രാർത്ഥന യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.